താഴെയാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. BJP കണ്ടില്ലേ, ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ബിഷപ്പുമാരുടെ വീട്ടിലും പോകും. എന്നിട്ട് ഇപ്പൊ FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്, അമെന്റ്മെന്റ് ബില്ല്. വേണമെങ്കിൽ ആരാധനാലയങ്ങളും എല്ലാം ഏറ്റെടുക്കാം, സർക്കാർ ഏറ്റെടുക്കാൻ പറ്റാവുന്ന അപകടകരമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FCRI ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇപ്പൊ അന്ന് കൊണ്ടുവന്നില്ല. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അതിനെ തിരിച്ചടിക്കുമെന്നത് കണ്ടാണ് തൽക്കാലം മാറ്റിയത്. അത് എപ്പോഴായാലും അതും വരും, ചർച്ച് ബില്ലും വരും. അപ്പൊ ഇവര് ആട്ടിൻ തോലിട്ട ചെന്നായികളെ പോലെ ഇവിടെ വന്ന് പാവങ്ങളായിട്ട് അഭിനയിച്ച് കേക്ക് കൊണ്ടേ കൊടുക്കുകയും അവിടെ നല്ല പണി ഇങ്ങോട്ട് തരികയും ചെയ്യാം. ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും വേണമെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയാവുന്ന ബില്ലിലെ പ്രൊവിഷൻ വെച്ചിട്ടാണ് FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ BJPയുടെയും സംഘപരിവാറിന്റെയും CPMന്റെയും എല്ലാം യഥാർത്ഥ മുഖം മൂടി ഈ തെരഞ്ഞെടുപ്പിൽ അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അതിശക്തമായ മതേതര നിലപാട് സ്വീകരിച്ചിരിക്കുന്ന UDFനെ മതേതര കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല.